സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് തെർമോഡൈനാമിക്സിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒരു 10 ക്വസ്റ്റ്യനും കൂടി ഇനി അഡീഷണൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ 11th ക്വസ്റ്റ്യൻ ആയിട്ട് മെറ്റീരിയലിൽ കിടക്കുന്നത് 30th ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദി എൻതാൽപ്പി ചേഞ്ച് വെൻ 2.38 gram of carbon monoxide CO vaporizes at its normal boiling point, given that the enthalpy of vaporization of carbon monoxide is 6.04 kilojoule per mole at its normal boiling point of 82.0. അപ്പോൾ അത് 2.38 ഗ്രാമിനുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. നോർമൽ ബോയിലിംഗ് പോയിന്റ് സ്വാഭാവികമായിട്ട് 1 മോളിനായിരിക്കും കണ്ടുപിടിക്കുന്നത്. അതിന്റെ വാല്യൂ ആണ് 6.04 കിലോ ജൂൾ പെർ മോൾ എന്ന് പറഞ്ഞേക്കും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ 2.38 കണ്ടുപിടിക്കും. സിഒയുടെ മോളിക്കുലാർ മാസ് എത്രയാണ്? കാർബണിന്റെ അറ്റോമിക് മാസ് 12 പ്ലസ് ഓക്സിജന്റെ അറ്റോമിക് മാസ് 16, രണ്ടും കൂടി ആഡ് എടുക്കുമ്പോൾ 28 ഗ്രാം ആണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് പോകുന്നത്. So 30th ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഫോർ കാർബൺ മോണോക്സൈഡ് 6.04 കിലോ ജൂൾ, ദാറ്റ് ഈസ് എത്ര ഗ്രാമിനായിരിക്കും? 28 ഗ്രാമിനായിരിക്കും. ഇനി ഇത് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഫോർ 2.38 ഗ്രാമിന് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 28 ഗ്രാമിൽ നിന്ന് 1 ഗ്രാമിന്റെ കണ്ടുപിടിക്കും. 1 ഗ്രാമിന്റെ കണ്ടുപിടിക്കാൻ എത്രയേ ഉള്ളൂ? 6.04 ഡിവൈഡഡ് ബൈ 28, 1 ഗ്രാമിന്റെ കിട്ടി, ഇൻറ്റു 2.38 കിലോ ജൂൾ ചെയ്യുന്നു. സോ ദ ആൻസർ വിൽ ബി 0.5134 കിലോ ജൂൾ. അതിന് ഓപ്ഷൻസ് എല്ലാം ജൂളിലാണ്. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിലോ ജൂളിനെ ജൂൾ ആക്കും. സോ ഇറ്റ് വിൽ ബിക്കം 513.4 ജൂൾ എന്നാകും. 513.4 ജൂൾ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബോക്സ് ആണ്, 513.4 ജൂൾ. 12th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെറ്റീരിയലിലെ 32nd ക്വസ്റ്റ്യൻ ആണ്. എ റിയാക്ഷൻ ഈസ് നോൺ സ്പോണ്ടേനിയസ് വെൻ. റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഡെൽറ്റ ജി സീറോയുടെ വാല്യൂ നെഗറ്റീവ് ആണ്. നോൺ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി സീറോയുടെ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പൊ ഡെൽറ്റ ജി സീറോയുടെ വാല്യൂ തീർച്ചയായിട്ടും ഷുവറായിട്ട് നമുക്ക് പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് എന്തുമാകുമ്പോൾ നെഗറ്റീവും ആകുമ്പോഴാണ് എ റിയാക്ഷൻ ഈസ് നോൺ സ്പോണ്ടേനിയസ്. So the condition for non-spontaneous reaction is delta H will always be positive and delta S will be negative വരുമ്പോഴാണ് ഈ പറഞ്ഞ റിയാക്ഷൻ ഈസ് ഇത് നമ്മൾ പറയാം നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. 13th ക്വസ്റ്റ്യൻ മെറ്റീരിയലിലെ 33th ക്വസ്റ്റ്യൻ. ദ സ്റ്റാൻഡേർഡ് മോളാർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CO2 ഈസ് ഈക്വൽ. മോളാർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CO2 എന്ന് വെച്ചാൽ 1 mol CO2 ഫോം ചെയ്യുന്നു ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്. CO2ന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ആരൊക്കെയാണ്? കാർബണും ഓക്സിജൻ. അപ്പോ ഇതേ കാർബണും 1 മോൾ ഓക്സിജനും കൂടി റിയാക്ട് ചെയ്യുന്ന തന്നെയായിരിക്കും സ്റ്റാൻഡേർഡ് മോളാർ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് കാർബൺ. കാർബൺ ഗ്രാഫൈറ്റിലും കിട്ടും, അതേപോലെ ഡയമണ്ടിന്റെ രൂപത്തിലും കിട്ടും. കാർബണിന്റെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ എന്ന് വെച്ചാൽ 1 മോൾ കാർബൺ 1 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു, പ്രോഡക്റ്റ് എന്ത് തന്നെയായിരിക്കും? 1 മോൾ CO2. അത് തന്നെയല്ലേ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CO2 നമ്മൾ പറയുന്നത്. അവിടെ റിയാക്ഷൻ വൈസ് നമുക്ക് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. സോ റിയാക്ഷൻ വൈസ് ഉണ്ടോ? സി ഗ്രാഫൈറ്റ് പ്ലസ് O2 ഗിവ് CO2. ഈ റിയാക്ഷൻ തന്നെയാണ് ഇത്. എന്തൊക്കെ തന്നെ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാം? ദിസ് റിയാക്ഷൻ റെപ്രസെന്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CO2. അല്ലെങ്കിലോ ദിസ് റിയാക്ഷൻ റെപ്രസെന്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് കാർബൺ ഗ്രാഫൈറ്റ്. കാര്യം 1 മോൾ കാർബൺ ഗ്രാഫൈറ്റ് 1 മോൾ ഓക്സിജനുമായിട്ട് കമ്പസ്റ്റൻ നടത്തി, പ്രോഡക്റ്റ് 1 മോൾ CO2. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 14th ക്വസ്റ്റ്യൻ ആണ് മെറ്റീരിയലിലെ 35th ക്വസ്റ്റ്യൻ. ദ ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ജി ആയി. And the entropy change in kilojoule per mole when liquid water boils at 1 atm are respectively. അവിടെ latent heat of water വന്നിട്ടുണ്ട് 2.0723 kilojoule per gram. അപ്പോൾ 35th question. H2O liquid ആവുന്നു. ഈ പറഞ്ഞ പോലെ this is a liquid gas equilibrium state ആണ് വരുന്നത്. liquid gas equilibrium state.
So delta G0 is in equilibrium. Equilibrium delta G0 വാല നെഗറ്റീവ് ആണ്. സോറി, അറ്റ് ഇക്വിലിബ്രിയം ലിക്വിഡ് ഗ്യാസ് ഇക്വിലിബ്രിയം അല്ല, ഇനി ഗ്യാസ് ഇക്വിലിബ്രിയം ആണ്. ഏത് ഇക്വിലിബ്രിയം ആണെങ്കിൽ ഡെൽറ്റ G0 അല്ലെങ്കിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. സോ ഡെൽറ്റ G is equal to delta H minus T delta S, which is equal to delta G യുടെ വാല്യൂ 0 is equal to delta H minus T delta S, or delta H is equal to T delta S, or delta S is equal to delta H divided by temperature. 2.023 into 18 by 373. So we will get 0.1 kilojoule per mole. What we will get? 0.1 kilojoule per mole. Next question നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് 36th question ആണ്. 15th ആയിട്ട് നമ്മൾ15th ആയിട്ട് നമ്മൾ പറഞ്ഞ മെറ്റീരിയലിലെ 44th question ആണ്. Which of the following reaction delta S is maximum? But delta S maximum ആണെങ്കിൽ 44th question, if delta S is maximum, then it is delta H, that is the overall delta Ng of product minus delta Ng reactant maximum ആണ്. ഇവിടെ തന്നേക്കുന്ന ഓപ്ഷൻസിൽ ഡെൽറ്റ Ng maximum ആവുന്നത് എവിടെ? ഈ കേസിലാണ്. കാര്യം ഇവിടെ റിയാക്ടൻസ് പ്രോഡക്റ്റ് സൈഡിൽ 2 moles, പ്രോഡക്റ്റ് സൈഡിൽ 1 mole, 2 minus 1 1 mole. ഇവിടെ ലിക്വിഡ് ആണ് സ്റ്റേറ്റ്, അപ്പോൾ 0 മൈനസ് എടുക്കും, നെഗറ്റീവ് വാല്യൂ വരും. 0 മൈനസ് എത്ര? 1.5 ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് മൈനസ് 1.5. ഇത് സോൾഡ് ആണ്. ഇവിടെയും 0 മൈനസ് 1.5 ആണ് വരുന്നത്. ഇവിടെ CO2 ഗ്യാസ്, ഓക്സിജൻ 1 minus 1, ഇതും ഗ്യാസ് ഇതും ഗ്യാസ്, അപ്പോൾ 1 mole minus 1 mole 0 ആവും. സോ ഹയസ്റ്റ് വാല്യൂ കിട്ടുന്നത് 1-നാണ്. അതായത് ഈ പറഞ്ഞതുപോലെ ഓപ്ഷൻ എലിഫന്റ്. 16th question. When NaCl is added to a saturated solution of AgNO3, precipitation of silver salt occurs. Then which of the following is true? അപ്പോൾ സാച്ചുറേഷൻ റിയാക്ഷൻസ്, precipitation reaction, അതിലൊക്കെ ഡെൽറ്റ G for the reaction എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ബിക്കോസ് ഈ പറഞ്ഞ പോലെ precipitation reactions are spontaneous change ആണ്. precipitation reaction എന്ന് വെച്ചാൽ ഒരു spontaneous reaction എക്സാമ്പിൾ ആണെന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാ spontaneous reactionsനും ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഗോയിങ് ഓൺ, നമ്മൾ 17th question ആയിട്ട് ചൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയലിലെ 47th question ആണ്. ഫോർ ദ സ്പോണ്ടേനിയസിറ്റി ഓഫ് എ റിയാക്ഷൻ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഡെൽറ്റ എച്ച് വിൽ ആൾവേസ് ബി നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആവുന്ന സി കണ്ടീഷൻ എവിടെയാണോ എലിജിബിൾ ആവുന്നത് അവിടെ ആയിരിക്കും ഈ പറഞ്ഞ റിയാക്ഷൻ എന്താവുന്നത്? സ്പോണ്ടേനിയസ് ആവുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. 18th question. The enthalpy of formation of a compound is, the enthalpy of formation of a compound is either positive or എന്തായിരിക്കും? നെഗറ്റീവ്. It is either positive or negative. So the option is C. മെറ്റീരിയലിലെ 19th question. 50th question ആണ്. Dissolution of ammonium chloride in water is an example of endothermic change and at constant temperature it is accompanied by endothermic changes. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാനുള്ളത്. Endothermic change means there will be increase in entropy. So the answer is option D. 20th question. Ammonia plus HCl gives ammonium chloride. For this reaction both delta H and delta S are എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് ഈ കേസിൽ നിങ്ങൾക്ക് ഹിന്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ആസിഡ് ബേസ് റിയാക്ഷൻ ആണ്. അത് എക്സോതെർമിക് റിയാക്ഷൻസ് ആണ്. എക്സോതെർമിക്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ഡെൽറ്റ എൻ ജിയുടെ വാല്യൂ വെച്ചിട്ട് ഡെൽറ്റ എസിന്റെ വില നെഗറ്റീവ് ആണ്. സോ ദ ആൻസർ ഈസ് ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ് ആൻഡ് ഡെൽറ്റ എസ് ഈസ് ആൾസോ നെഗറ്റീവ്. രണ്ടും നെഗറ്റീവ്. ഇത്രയുമാണ് ഈ തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ 20 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. പാർട്ട് 2-ൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. പാർട്ട് 1-ൽ 1 തൊട്ട് 10 വരെയുള്ള ക്വസ്റ്റ്യൻസും 11 തൊട്ട് 20 വരെയുള്ള ക്വസ്റ്റ്യൻസ്. പാർട്ട് 2 MCQ. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ അടുത്തൊരു ചാപ്റ്ററിന്റെ തിയറിയുമായിട്ടാണ്. ടിൽ ദെൻ ഗുഡ് ബൈ, താങ്ക് യു.